ഓർമ്മക്കുറവ് അസുഖങ്ങളൊക്കെ സാധാരണ ഞങ്ങൾ പറയുക സൺ ഡൗണിങ് എന്നാണ് പറയുക. സന്ധ്യാസമയം കഴിഞ്ഞാലാണ് അത് കൂടുക. അതുവരെ വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാർ സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ഓരോന്ന് പറയും, അവിടെ ഇങ്ങനെ ഓരോ വിഭ്രാന്തികൾ, അവിടെ പശു വരുന്നുണ്ട്, കള്ളന്മാർ പോകുന്നു, മറ്റേ ഇത് വന്ന് പൈസയൊക്കെ ഓരോരുത്തർ എടുത്ത് കൊണ്ടുവന്നു പറഞ്ഞാൽ അങ്ങനെയാണ് ഉണ്ടാവുക. 2016-17 ഞാൻ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുക. ഒരു പേഷ്യൻ്റ് വന്നു, മകനാണ് വരുന്നത്, ഒരു പ്രായമായ അമ്മക്കാണ് അസുഖമുള്ളത്. രാവിലെ എണീറ്റാൽ കുറേ നേരത്തിന് അന്തല്ലാതെ എന്തെങ്കിലും പറയും, മറ്റേ ഈ അടുക്കളയിൽ പോയി മൂത്രമൊടിക്കും, ചീത്ത പറയും, മകനെ കണ്ടാൽ മനസ്സിലാവില്ല. ഒരു 12 മണി 1 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ശരിയാവും എന്ന് പറഞ്ഞു. അപ്പോൾ അത് കൂടുതൽ അതിങ്ങനെ ഇത് നോക്കി പഠിച്ചു നോക്കുമ്പോൾ അവരെ പഴയ കടലാസ് എടുത്ത് നോക്കുമ്പോൾ അവർക്കൊരു പ്ലൂറൽ മീസോത്തീലിയോമ എന്ന് പറഞ്ഞാൽ ശ്വാസകോശത്തിൻ്റെ കവറിങ്ങാണ് പ്ലൂറ അറിയുന്നത്. അതിലുള്ള ഒരു ചെറിയ തരം ക്യാൻസറാണ് മീസോത്തീലിയോമ എന്ന് പറയുന്നത്. അപ്പോൾ അതുണ്ടായിട്ടുണ്ടായിരുന്നു അവർക്ക്, ഈ രോഗിക്ക്. പ്ലൂറൽ മീസോത്തീലിയോമ ഉള്ള ചില ആൾക്കാർക്കെങ്കിലും ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇൻസുലിൻ്റെ മാതിരിയുള്ള കുറച്ച് കോശങ്ങൾ ഈ ക്യാൻസറിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഉണ്ടാവും. ഈ മീസോത്തീലിയോമ കുറച്ച് അവർക്ക് ബാക്കിയുണ്ട്, അതിൽ നിന്ന് ഇൻസുലിൻ വരികയാണ്. അപ്പം രാത്രി ഭക്ഷണം കഴിച്ച് രാവിലെ ആകുമ്പോഴേക്കും അവർ ഷുഗർ കുറഞ്ഞു പോവുക. അപ്പോൾ ഞങ്ങൾ നോക്കി നോക്കുമ്പോൾ പിറ്റേന്ന് മുതൽ നോക്കുമ്പോൾ രോഗിക്ക് രാവിലെ എപ്പോഴും ഒരു 50-60 ഷുഗറുള്ളൂ. അതിൽ നിന്നാണ് ഈ ഇതുണ്ടാവുന്നത്. അപ്പോൾ ഈ രോഗി പറഞ്ഞത് ശരി തന്നെയായിരുന്നു. അപ്പോൾ രാവിലെ ഒരു 4 മണി 5 മണി നേരത്തെ അവർക്ക് കുറച്ച് മധുരമുള്ള എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ശരിയാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ന്യൂറോളജിയിൽ എന്ത് എന്നുള്ളത് പറയുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്.